പാലച്ചമ്മന്തി കഴിച്ചിട്ടുണ്ട്. നല്ല തുമ്പപ്പൂ നിറമുള്ള ചോറിൻ്റെ മുകളിൽ ഈ ഒരു കയ്യിൽ ചമ്മന്തി ഇട്ടാൽ മാത്രം മതി, നമുക്കൊരു പറ ചോറുണ്ണാം. അപ്പോൾ നമുക്ക് ഈ ഒരു കിടിലൻ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഒരു ചീനിച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 2 ടീസ്പൂൺ മുഴുവനോടെയുള്ള പച്ചമല്ലി ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ തന്നെ കടലപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒപ്പം തന്നെ 2 നല്ല എരിവുള്ള വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നത് വരെ വഴറ്റിയിട്ട് അത് ചൂടാറാനായിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അതേ ചീനച്ചട്ടിയിലേക്ക് തന്നെ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് 4 മീഡിയം സൈസ് സവാള റഫായിട്ട് ഇത്തിരി കനത്തിൽ അരിഞ്ഞിട്ട് നല്ല ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ വഴറ്റിയെടുക്കുക. അതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ആദ്യം ചൂടാറിയ മസാല നമുക്ക് മിക്സി ജാറിലേക്ക് ഇട്ടെടുക്കാം. ഒപ്പം നെല്ലിക്ക വലുപ്പത്തിലുള്ള ഒരു കോൽപ്പുളിയും ഇട്ടിട്ടൊന്ന് നന്നായിട്ട് നമുക്ക് അടിച്ചെടുക്കാം. അതിലേക്ക് അടിച്ചതിന് ശേഷം 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ കായംപൊടിയും പിന്നെ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ആ സവാളയും കൂടി ചേർത്തിട്ട് വെള്ളമൊന്നും ഒട്ടും തൊടാതെ തന്നെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉഴുന്നും പരിപ്പ് 1 ടീസ്പൂണും 1 ടീസ്പൂൺ കടലപ്പരിപ്പും 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായി ആയി വരുമ്പോൾ 12 അല്ലിയോളം വെളുത്തുള്ളി തൊലി കൊടുക്കണം തന്നെ ചതച്ചിട്ട് നന്നായി വഴറ്റിയെടുക്കാം. നല്ല പച്ചമണമൊക്കെ മാറി നല്ല വാസന വരുമ്പോൾ നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇട്ടിട്ട് 30 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കുക. എണ്ണ ആവശ്യമാണെങ്കിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. തീരെ ഡ്രൈ ആവരുത്. അതിനനുസരിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് ഒരു 30 സെക്കൻഡ് ഇളക്കിയതിന് ശേഷം പാലകച്ചീര ഒരു കെട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. നന്നായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. നന്നായി മിക്സ് ആക്കാം. നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ചമ്മന്തിയിലേക്ക്. ഇപ്പോൾ പാലക്കിലേക്കുള്ള ഉപ്പ് കുറച്ചും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കാം. ഒന്ന് മൂടി വെച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ നമ്മുടെ നല്ല അടിപൊളി കിടിലൻ പാലക് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഒരൊറ്റ കയ്യിൽ മതി നമുക്ക് ഒരു പറ ചോറുണ്ണാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.